Hi friends, welcome to Garam Masala, the magic spices of cooking. Chicken lollipop. ഇന്ന് നമുക്ക് സ്നാക്കായും സ്റ്റാർട്ടറായും എല്ലാം സെർവ് ചെയ്യാവുന്ന ചിക്കൻ ലോലിപോപ്പ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ സ്കിന്നോട് കൂടിയ 5 ചിക്കൻ വിങ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപയോഗിച്ച് നമുക്ക് ലോലിപോപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ജോയിൻറ്റ്സ് എല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഈ 2 പീസാണ് നമുക്ക് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ചെറിയ പീസിനെ നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ ബോണിൽ നിന്നും ചിക്കൻ മീറ്റിനെ വേർപെടുത്തിയെടുക്കണം. നമുക്കിതിനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ലോലിപോപ്പിൻ്റെ ഷേപ്പിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഒരു ലോലിപോപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തത് കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ പീസിന് 2 ബോണുണ്ട്. നമുക്കിതിൻ്റെ ബോണിൽ നിന്ന് മീറ്റിനെ വേർപെടുത്താം. ഇതിൽ നിന്നും ചെറിയ ബോണിനെ നമുക്ക് മുറിച്ചു മാറ്റാം. അങ്ങനെ നമ്മുടെ അടുത്ത ലോലിപോപ്പും തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ലോലിപോപ്പും തയ്യാറാക്കിയെടുക്കണം. 5 ചിക്കൻ വിങ്സ് ഉപയോഗിച്ച് നമുക്ക് 10 ലോലിപോപ്പ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ഇതിലോട്ട് ഒഴിക്കണം. ഇനി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ മൈദ കൊണ്ട് കവർ ചെയ്തെടുക്കാം. 1/4 കപ്പ് മൈദയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഒരു മുട്ട എടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ സോയ സോസ് കൂടെ ഇതിലോട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് എടുത്ത് നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാ ലോലിപോപ്പും തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കണം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ ലോലിപോപ്പായി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകുകയും അകം ഭാഗം കുക്കാകാതിരിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകുവാനുള്ള ചാൻസ് ഉണ്ട്. 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലോലിപോപ്പ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലോലിപോപ്പ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ലോലിപോപ്പ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.